ഹായ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോ ഹയർസിനെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ ഇന്ന് ഞാൻ ആകെ സ്തംഭിച്ചു പോയ ഒരു ദിവസമായിരുന്നു. ഒരു കക്ഷിയുടെ ഒരു ചോദ്യത്തിന് മുന്നിലെ എനിക്ക് ഉത്തരം മുട്ടിപ്പോയി. അപ്പോൾ ആ ഉത്തരം വളരെ വളരെ സങ്കീർണമായ ഉത്തരമില്ലാത്ത ചോദ്യമായിരുന്നു അദ്ദേഹം ചോദിച്ചത്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ഇതുപോലെയുള്ള ഒരു കക്ഷിയെ ആ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് വളരെ ദുർഘടമായ കാര്യമാണ്. ഇപ്പോൾ നമുക്ക് ജില്ലിനെ ചിലപ്പോൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, ഇതുപോലെയുള്ള ലീഡർമാരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും, എന്നെ ചീത്ത വിളിച്ചവരെയൊക്കെ നമ്മൾ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ. ഇന്നലെ ജിനീലിൻ്റെ വായിൽ നിന്ന് തന്നെ പറഞ്ഞതാണ് സൂപ്പർ മാർക്കറ്റുകളുടെ പ്രോഫിറ്റിൻ്റെ പകുതിയല്ല നിങ്ങൾക്കൊക്കെ ഉണ്ടാക്കി തരുന്നത് എന്ന കാര്യം ജിനിൽ തന്നെ ഇന്നലെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അതിൽ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ ഈ ഒരു ഇദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് പറയുന്നത് ഹൈറിച്ചിലെ തട്ടിപ്പ് എന്താണെന്ന്, ഹൈറിച്ച് എങ്ങനെയാണ് ജനങ്ങളെ പറ്റിക്കുന്നത് എന്ന് ഒന്ന് പറഞ്ഞു തരൂ എന്നൊക്കെ പറഞ്ഞൊരു പരിഹാസം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആ ഒരു ചോദ്യം. അപ്പോൾ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ഞാനൊരു കഥയിലൂടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കഥ എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ കഥയിലൂടെയാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതൊരു ചെറിയൊരു അമ്മയുടെയും കുഞ്ഞിൻ്റെയും കഥയാണ്. അപ്പോൾ ഒരു 2-2.5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ കുട്ടി എന്ന് പറയുന്നത് കുട്ടി നേരത്തെ ഉറങ്ങുന്നൊരു കുട്ടിയാണ്. അപ്പോൾ ചില സമയങ്ങളിൽ കുട്ടി രാത്രി ഉറക്കം എഴുന്നേൽക്കും. അപ്പോൾ കുട്ടി ചോദിക്കും, അമ്മേ ആ കാണുന്നത് ആരാണ് എന്ന് ചോദിക്കും. അപ്പോൾ അമ്മ പറയും, അത് നിൻ്റെ അച്ഛനാണ് എന്ന് പറയും. ഇത് ഇടയ്ക്കിടെ ഉള്ളൊരു കാര്യമാണ്. കുട്ടി ഇതിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അമ്മ ചൂണ്ടിക്കാണിക്കുന്ന അച്ഛൻ്റെ മുഖങ്ങൾ വേറെയാണ് എന്നുള്ള കാര്യങ്ങൾ, അത് ഇടയ്ക്കിടയ്ക്ക് മാറുന്നുണ്ട് എന്ന കാര്യം കുട്ടി ആ ഒരു ചെറുപ്രായത്തിൽ നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ കുട്ടി ബാലവാടിയിൽ, നമ്മുടെ അംഗൻവാടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയൊക്കെ പോകാൻ തുടങ്ങി. കുട്ടി അവിടെയും ഒരു കാര്യം ശ്രദ്ധിച്ചു. കുട്ടിയുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുവിടാൻ വരുന്ന അച്ഛൻ എന്ന് പറയുന്നത് ഒരാൾ തന്നെയാണ്. പക്ഷേങ്കിൽ അമ്മ ചൂണ്ടിക്കാണിക്കുന്നത് പല പല ആൾക്കാരെയാണ് നിൻ്റെ അച്ഛനാണ് എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം കുട്ടിയുടെ ഫ്രണ്ടിനോട് ചോദിച്ചു, എപ്പോഴാ ഇത്? അപ്പോൾ നിനക്ക് എങ്ങനെയാണ് എല്ലാ ദിവസവും ഒരച്ഛനെ കിട്ടുന്നത്? എനിക്ക് ഓരോ ദിവസവും ഓരോ അച്ഛനാണ് എന്ന്. അപ്പോൾ അതാണ് ഇവനെ പോലെയുള്ളവർക്ക് പറയാനുള്ള മറുപടി എന്ന് പറയുന്നത് ഈ ഒരു കൊച്ചു കഥയാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഹൈറിച്ച് കുടുംബമാണ്. ഇതുപോലെയുള്ള മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, അല്ലെങ്കിൽ ഇടത്തും വലത്തും, അല്ലെങ്കിൽ പരക്കെ സൺഫ്ലവർ സിസ്റ്റം, എത്രയോ ആൾക്കാരെ ചേർത്ത് അതിൽ നിന്ന് കിട്ടുന്ന കമ്മീഷനിൽ കുടുംബം പോറ്റുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ എങ്ങനെയാണ് ഹൈറിച്ച് ലോകം തേച്ചും മനസ്സിലാക്കി കഴിഞ്ഞാലും, ഇവൻ ശ്രീന പ്രതാപൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാലും ചിലപ്പോൾ മനസ്സിലാവില്ല എങ്ങനെയാണ് ഹൈറിച്ച് ആൾക്കാരെ പറ്റിക്കുന്നത് എന്ന്. എന്തായിരുന്നു 800 രൂപയുടെ ജോയിനിങ്ങിൽ ആൾക്കാരെ പറ്റിച്ചത്? എങ്ങനെയാണ് 10,000-ൻ്റെ റെഡീം കൂപ്പൺ അല്ലെങ്കിൽ ഡിജിറ്റൽ ഐഡിയിൽ ആൾക്കാരെ പറ്റിക്കുന്നത്? എങ്ങനെയാണ് 5 ലക്ഷത്തിൻ്റെ OTT ഷെയറിൽ ആൾക്കാരെ മൂഞ്ചിക്കുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് $2 ഉണ്ടായിരുന്ന ക്രിപ്റ്റോ $10 ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പറ്റിച്ചത്? എങ്ങനെയാണ് ഇവർക്ക് പൊടി പിടിച്ച ആള് കയറാത്ത സൂപ്പർ മാർക്കറ്റുകളുടെ എണ്ണം കാണിച്ചിട്ട് അതിൽ നിന്നാണ് നിങ്ങൾക്ക് അതിൻ്റെ വരുമാനത്തിൻ്റെ പകുതിയാണ് ഏതോ ഒരു പൂളിലിട്ടിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തരുന്നത് എന്ന് പറഞ്ഞാൽ അതൊക്കെ വിശ്വസിക്കുന്ന ഒരാളായി മാറും. അപ്പോൾ അമ്മ ചൂണ്ടിക്കാണിക്കുന്നവനെയൊക്കെ അച്ഛനാണെന്ന് ചിലപ്പോൾ ഇതുപോലെയുള്ള മകൻ ധരിച്ചു പോകും.
അപ്പോൾ ഇതൊക്കെ സ്വന്തം ബുദ്ധിയിൽ അന്വേഷിച്ച് കണ്ടെത്തുക, അത്ര മാത്രമേ ഉള്ളൂ. ഈ വൈകിയ വേളയിൽ ലോകം തേച്ചും അല്ലെങ്കിൽ 1,80,00,000 ആൾക്കാർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടും ഇതുപോലെയുള്ള ആസാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കാതിരിക്കുക. അപ്പോൾ പറയാനുള്ളത്, അപ്പോൾ ആ ഒരു കൊച്ചു കഥയിലെ ഉത്തരമുണ്ട്. ഇതുപോലെയുള്ള കുടുംബത്തിൽ നിന്നുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇത്തരം പ്രവർത്തികൾ അല്ലേ ഒരു മണീച്ചയിനും ചിലപ്പോൾ പ്രത്യക്ഷത്തിൽ കാണാൻ സാധിക്കില്ല എന്നാണ് പറയാനുള്ളത്. അപ്പോൾ പറയാനുള്ളത് RBIയും നമ്മുടെ കൊച്ച് ഹൈറിച്ചിനെതിരെ നടപടിയെടുക്കാൻ ഒരുങ്ങുന്നുണ്ട്. RBIയുടെ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ സെല്ലിൽ ലഭിച്ച പരാതി മാർക്കറ്റ് ഇൻ്റലിജൻസ് യൂണിറ്റ് തിരുവനന്തപുരത്തിന് കൈമാറിയിട്ടുണ്ട്. നെസസറി ആക്ഷൻ എടുക്കണം എന്ന് പറഞ്ഞിട്ട് പരാതി ഇതാണ്: നമ്മുടെ ഡിജിറ്റൽ ID-യും ഷെയറുകളുടെ വിൽപ്പനയും അനധികൃതമാണ്. അതിന് ഒരു രേഖയും ഒരു അനുമതിയും ബന്ധപ്പെട്ട അധികാരികളിൽ നിന്ന് കമ്പനി ലഭ്യമാക്കിയിട്ടില്ല, നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കമ്പനി. അപ്പോൾ കഴിഞ്ഞ 5-ാം തീയതിയാണ് ഈ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഇൻഫർമേഷനാണ്, അതിൻ്റെ നടപടികളുടെ ഇൻഫർമേഷനാണ് കഴിഞ്ഞ 21-ാം തീയതി ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും RBIയുടെ നടപടി ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നിങ്ങളെല്ലാം അറിഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീന പ്രതാപൻ വീട്ടിൽ നിന്ന് മുങ്ങിയിരിക്കുകയാണ്. അവർ പലയിടങ്ങളിലായി ഒളിച്ച് താമസിക്കുകയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പോലീസിൻ്റെ അന്വേഷണം ഇവർക്കെതിരെയുണ്ട്. ഇവർ ഇതുവരേക്കും മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. അപ്പോൾ ഇവർ ഏത് നിമിഷവും ചിലപ്പോൾ അറസ്റ്റിലായേക്കാം എന്നൊരു സൂചനയാണ് ലഭിക്കുന്നത്. കൂടുതൽ ഇൻഫർമേഷൻ ഈ കേസിനെ കുറിച്ച് ഇപ്പോൾ ഇന്ന് ഒന്നും അധികം ആരും ഒന്നും പറഞ്ഞു കേട്ടില്ല. അപ്പോൾ നമ്മുടെ 29-ാം തീയതി ലഭിക്കുമെന്ന് പറഞ്ഞ പ്രോഫിറ്റ് അല്ലെങ്കിൽ പേ ഔട്ട് 29-ാം തീയതി റെഡിയാവും എന്ന് പറഞ്ഞത് മേഡത്തിൻ്റെ ഇടപെടൽ കൊണ്ട് 27-ാം തീയതി ആക്കി കുറച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം 27-ാം തീയതി എങ്ങനെ ഇവർ പേ ഔട്ട് നൽകുമെന്ന്. കോടതി പ്രത്യേകം പറഞ്ഞതാണ്, യാതൊരു വിധത്തിലുള്ള അൺറെഗുലേറ്ററി ഡെപ്പോസിറ്റ് സ്കീമും പ്രവർത്തിക്കരുത്, ചെയ്യരുത്. ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള പണം മാത്രമേ അതിൽ നിന്ന് പിൻവലിക്കാവൂ എന്ന് പ്രത്യേകം കോടതിയുടെ ഉത്തരവിൽ എഴുതി ചേർത്തിരിക്കുകയാണ്. പക്ഷെങ്കിൽ ഇവർ പറയുന്നത് നമുക്ക് കേരളത്തിലെ ബാങ്കുകൾ മാത്രമല്ല, നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും ബാങ്ക് ഉണ്ട്, ആ ബാങ്ക് വഴി നിങ്ങൾക്ക് പേ ഔട്ട് റെഡിയാക്കി തരും എന്നൊക്കെയാണ് ചിലർ പറയുന്നത്. ചിലർ പറയുന്നത് നിങ്ങൾക്ക് മുഴുവൻ പേ ഔട്ട് തരുമില്ലെങ്കിലും കുറച്ചൊക്കെ ചിലപ്പോൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നും ചില സൂചനകളൊക്കെ നൽകുന്നുണ്ട്. അപ്പോൾ എന്തായി കഴിഞ്ഞാലും ഉറപ്പിച്ച് പറയാം, ഈ ഒരു കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഒരു ബാങ്കിൻ്റെയും ഫ്രീസിങ്, ഒരു അക്കൗണ്ടിൻ്റെയും ഫ്രീസിങ് 2 ദിവസം കൊണ്ട് മാറാൻ പോകുന്നില്ല. അത് ദിവസങ്ങളോളം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. അതുകൊണ്ട് 27-ാം തീയതി പേ ഔട്ട് എന്നുള്ളത് അസംഭവ്യമാണ്, സംഭവിക്കാൻ സാധ്യതയില്ലാത്തതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ അക്കൗണ്ടിലേക്ക് പണം ഇഞ്ചക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ശ്രീന പ്രതാപനും സർക്കാർ ചെലവിൽ ഫുഡ് അടിക്കാം എന്ന് മാത്രമേ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ബൈ.